പുനർജനി അഴിമതി ആരോപണത്തിൽ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് നടപടിയിൽ രാഷ്ട്രീയ ആരോപണം കടുപ്പിക്കാൻ സിപിഎം. കേസ് അട്ടിമറിക്കാൻ അനുവദിക്കില്ല എന്നും നിയമപരമായി നേരിടുമെന്നും എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് സതീഷ്. കേസ് അന്വേഷണം സിബിഐക്ക് വിടണമെന്ന് പരാതിക്കാരിൽ ഒരാളായ മുൻ കോൺഗ്രസ് നേതാവ് രാജേന്ദ്ര പ്രസാദ് ആവശ്യപ്പെട്ടു. ഇല്ലാത്ത തെളിവ് ആഭ്യന്തരമന്ത്രി ഉണ്ടാക്കണമോ എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ചോദ്യം. വി ഡി സതീശിനെതിരായ പുനർജനി അഴിമതി ആരോപണത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി പരാതിക്കാരിൽ ഒരാളായ മുൻ കോൺഗ്രസ് നേതാവ് രാജേന്ദ്ര പ്രസാദ്. വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകുന്നത് എങ്ങനെയെന്ന ചോദ്യം. വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനം അന്വേഷിക്കേണ്ടത് സിബിഐ. വിദേശത്ത് FCR ലംഘിച്ചു പോയി പിരിച്ച് കോടിക്കണക്കിന് രൂപ പിരിച്ചു. അത് സതീശൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. നിയമസഭയിൽ ജെയിംസ് മാത്യു MLA ആ CD വെച്ചിട്ടുണ്ട്. ഇപ്പം നിയമസഭയിലെ രേഖയാണിതെല്ലാം. ഇതെല്ലാം പരിശോധിക്കാതെ സംസ്ഥാന ഗവൺമെന്റ് വിജിലൻസ് ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരൊക്കെയാണ്. കേസ് അവസാനിപ്പിച്ചുവെന്ന വാർത്താ സമ്മേളനം വിളിച്ചുള്ള ആഭ്യന്തരമന്ത്രിയുടെ പ്രഖ്യാപനം അസാധാരണമെന്ന് CPIM. പണം പിരിച്ച നടപടിയെ ലഘൂകരിക്കുന്നുവെങ്കിൽ അത്ഭുതകരമെന്ന് പി രാജീവ്. നിയമങ്ങൾക്കനുസരിച്ചിട്ടാണ് ജനപ്രതിനിധികളായാലും ഭരണാധികാരികളായും പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് സ്വകാര്യ സന്ദർശനത്തിന് അനുമതി വാങ്ങി അവിടെ പോയി ഫണ്ട് പിരിച്ചു എന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞെങ്കിൽ അത് ശക്തമായ എവിഡൻസ് ആണ്. കേസ് അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്നും നിയമപരമായി നേരിടുമെന്നും CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് സതീഷ്. തുടരന്വേഷണം വേണം. കേസിന്റെ സ്വഭാവം പരിഗണിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ടി വരുമെന്നും പ്രതികരണം. അദ്ദേഹം വിദേശത്ത് പോയി എന്നും വിദേശത്ത് പോയി പണം സ്വരൂപിക്കാൻ ഇടപെട്ടു എന്നതിനുള്ളതിന് വളരെ വ്യക്തമായ തെളിവുകൾ നമ്മുടെ മുമ്പാകെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് സ്ഥിതിവിശേഷം. CPIM വിമർശനത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ മറുപടി ഇങ്ങനെ. മുഖ്യമന്ത്രിക്കെതിരെ ഒരു തെളിവില്ലെങ്കിൽ പിന്നെ ആഭ്യന്തരമന്ത്രി അതായത് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കണോ? എനിക്കറിയാൻ വയ്യ ചോദിക്കുകയാണ്. ഞാൻ വിജിലൻസ് സാധ്യമായിട്ടല്ല കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഗോവിന്ദ മാസ്റ്റർ പോലെ സീനിയറായ നേതാവ് വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ പറയേണ്ടത് എന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന. വിഷയത്തിൽ രാഷ്ട്രീയ പോരാട്ടം ശക്തമാക്കാനാണ് ഇടതു നീക്കം. റിപ്പോർട്ടർ, കൊച്ചി.